10 ദിവസത്തെ ഡിവോഴ്സിന്റെ കണക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക. അതിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് എന്ത് തരം ഡിവോഴ്സ് ആണ് അതെന്ന്. അത് മ്യൂച്വൽ ഡിവോഴ്സ് ആണ്. മ്യൂച്വൽ ഡിവോഴ്സിന് ശരിക്കും 6 തൊട്ട് 18 മാസം വരെയാണ് ടൈം. പക്ഷെ ഈ 6 മാസം എന്ന് പറയുന്നത്, അതായത് ഈ 6 തൊട്ട് 18 മാസം വരെ ടൈം വരുന്നതിന് ഒരു 6 മാസത്തെ കൂളിംഗ് പീരീഡ് കൊടുക്കും അല്ലെ. അപ്പൊ ഈ കൂളിംഗ് പീരീഡ് എന്ന് പറയുന്ന കാര്യം ഒരാഴ്ചത്തേക്ക് കോടതിക്ക് കുറച്ചു കൊടുക്കാൻ പറ്റും. അത് അമർദീപ് സിംഗ് വേഴ്സസ് ഹർദീൻ കൗർ എന്ന് പറഞ്ഞ കേസിന്റെ റൂളിംഗിൽ, ആ കേസിന്റെ വിധിയിൽ അത് പ്രത്യേകം സുപ്രീം കോടതി പറയുന്നുണ്ട്. ആ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B(2) എന്നത് മാൻഡേറ്ററി അല്ല, അത് ഡയറക്ടറി ആണെന്ന് കോടതി പറയുന്നുണ്ട്. അത് 10 ദിവസം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അതിന് മുകളിലേക്ക് പോകും. ചിലപ്പോൾ വളരെ അർജന്റ് ആയിട്ടുള്ള കേസാണ്, ജെന്യുവിൻ കേസാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഡിവോഴ്സ് കിട്ടിയ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് അത് നോക്കുന്നതെന്ന്. അതായത് ഇപ്പം പരസ്പരം ഇനി ഒത്തുചേർന്ന് പോവില്ല എന്ന് കോടതിക്ക് തോന്നുകയാണ്. ദമ്പതിമാർ 2 പേരും അങ്ങനെ തീരുമാനമെടുത്തു. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ വന്നു. പാർട്ടീഷൻ ചെയ്യേണ്ട പ്രോപ്പർട്ടീസും അസറ്റ്സും എല്ലാം കൃത്യമായി പാർട്ടീഷൻ ചെയ്തു. മെയിൻ്റനൻസോ അലുമിനിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അവർ ഡിസിഷൻ എടുത്തു. ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി കൃത്യമായിട്ട് അവർ വേർപിരിയൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് എഗ്രിമെന്റ് തയ്യാറാക്കിയിട്ടാണ് പെറ്റീഷൻ കൊടുക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ പിരിഞ്ഞ് താമസിച്ച ടൈം. 1 വർഷത്തിന് മുകളിൽ അവർ പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. അവർ എത്ര നാളായിട്ട് വിവാഹം കഴിച്ചു, എത്ര നാളായിട്ട് അവർ പിരിഞ്ഞ് താമസിക്കുകയാണെന്നൊക്കെ കോടതി നോക്കും. ഈ കൂളിംഗ് പീരീഡ് കുറയ്ക്കുന്നതിന് എന്തെങ്കിലും എമർജൻസി അർജന്റ് ആയിട്ടുള്ള കാര്യം വേണം, അവർക്ക് ട്രാവൽ ചെയ്യണം, പുറത്തേക്ക് ട്രാവൽ ചെയ്യണം, ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്, അവർക്കൊരു വേറെ വിവാഹം കഴിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. എന്തെങ്കിലും രീതിയിലുള്ള എമർജൻസി മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വ്യക്തമാക്കുക. അപ്പം കോടതി നോക്കുമ്പോൾ 6 മാസം കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവർക്ക് 6 മാസം കൊടുക്കാത്തതാണ് അവർക്ക് അവരുടെ വെൽഫെയറിന് നല്ലത് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രാന്റ് ചെയ്യപ്പെടും. പെറ്റീഷൻ നമ്മൾ ഇട്ടതിന് ശേഷം ഇത് വേവ് ചെയ്യാൻ, കൂളിംഗ് ഓഫ് പീരീഡ് വേവ് ചെയ്യാൻ ഒരു പെറ്റീഷൻ ഇടുന്നു. ആ കോടതി ഒരു സമയം കൊടുക്കുന്നു. ഒരാഴ്ചക്ക് കൂളിംഗ് ഓഫ് പീരീഡ് ഒരാഴ്ചത്തേക്ക് കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നെക്സ്റ്റ് മോഷൻ നമ്മൾ കോടതിയിൽ അപ്പിയർ ചെയ്യുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു, മൊഴി രേഖപ്പെടുത്തുന്നു, ഡിവോഴ്സ് ഗ്രാന്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. 10 ദിവസം എന്ന് പറയുന്നത് കേട്ട് അത് വിശ്വസിക്കുക. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു 10 ദിവസം കൊണ്ട് ചെയ്ത് കിട്ടാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല. 2 പേരുടെ മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോസസ്സാണ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ലോയേഴ്സ് ഉള്ളത്. അതിന്റെ തീരുമാനം എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്. കാരണം ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് ഇതിനെ നിസാരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. മാരേജ് ആണെങ്കിലും മാരേജിന്റെ ഡെസൊല്യൂഷൻ ആണെങ്കിലും അതിനെ നിസാരമായിട്ടല്ല കാണുന്നത്, വളരെ കൃത്യമായിട്ടാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് കോടതിയുടെ ഡിസ്ക്രിപ്റ്ററി പവറിൽ വരുന്ന ഒരു കാര്യമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.